പഴയകാല വണ്ടികൾക്ക് ഇനി പൊല്യൂഷൻ കിട്ടില്ല എന്നുള്ള പേടി ഇനി വേണ്ട. ഇത് ഒരു 2010 മോഡൽ ഇക്കോ നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇവന്റിന്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തായിരുന്നു, നമ്മളെ കമ്പനി ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തൊരു വണ്ടിയായിരുന്നു. അപ്പോൾ ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പൊല്യൂഷൻ കിട്ടുന്നുണ്ടായിട്ടില്ല. നമ്മൾ കുറേ ട്രൈ ചെയ്തു, പക്ഷേ പൊല്യൂഷൻ കിട്ടിയിരുന്നില്ല. അപ്പോൾ അന്നേരം നമ്മൾ അറിയുന്നത് വെച്ചാൽ ഡീകാർബണൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊല്യൂഷൻ കിട്ടുന്നതായിരുന്നു. അത് നമ്മൾ ചെയ്തു. പൊല്യൂഷൻ കിട്ടിയെന്ന് മാത്രമല്ല, വണ്ടിക്ക് പെർഫോമൻസ് പരമായിട്ടും എൻജിൻ പരമായിട്ടും അല്ലെങ്കിൽ മൈലേജ് പരമായിട്ടും നല്ല മാറ്റമുണ്ട്. വണ്ടി ഉള്ളവർക്കൊക്കെ അറിയാം, ഏകദേശം 8 മൈലേജാണ് നമുക്ക് വണ്ടി കിട്ടിക്കൊണ്ടുവന്നത്. അതായത് 10-12 മൈലേജ് നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ടാവും, അത് ഷുവറാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് പൊല്യൂഷൻ കിട്ടാതെ നമ്മൾ ഒരുപാട് വലിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ യൂട്യൂബിലൊക്കെ തപ്പിയപ്പോഴാണ് ഡീകാർബണൈസേഷനെ പറ്റിയിട്ട് അറിയുന്നത്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് കണ്ണൂർ റെപ്കോ കോംപ്ലക്സിനടുത്ത് ഈ ഒരു ഡീകാർബണൈസേഷൻ സെന്റർ ഉണ്ടെന്ന് പറഞ്ഞത്. ഏകദേശം അരമണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഓടിയ ശേഷം നമ്മുടെ വണ്ടിയിൽ ഇറങ്ങിയിരിക്കുന്ന കാർബണിന്റെ ഡെപ്പോസിറ്റ് ഒക്കെ കത്തിച്ച് കളയുന്ന ഒരു പ്രൊസീജിയറാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അന്ന് ഇത് ചെയ്ത ശേഷം ഏകദേശം 2 ആഴ്ച ഓടിയ ശേഷമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. 90% ഉറപ്പാണ് ഡീകാർബണൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊല്യൂഷൻ കിട്ടുന്നുള്ള കാര്യം. നമുക്ക് പൊല്യൂഷൻ കിട്ടുന്നത് മാത്രമല്ല, വണ്ടിന്റെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായ ഒരു മിസ്സിംഗ് പോയി, മൈലേജിൽ മാറ്റം ഉണ്ടായി, പെർഫോമൻസ് മാറ്റം ഉണ്ടായി. ഓരോ 30,000 കിലോമീറ്ററിലും നിങ്ങൾ ഡീകാർബണൈസേഷൻ ചെയ്യുവാണെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ ഹെൽത്തും അതേപോലെ തന്നെ പെർഫോമൻസ് നിങ്ങൾക്ക് കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. ബൈ.